മഹാനായ ഇബ്രാഹിം ബിനു അദ്ഹം തങ്ങൾ ബൽഹാസ് സാമ്രാജ്യമെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ലയിച്ചുകൊണ്ട് സുഹദായി പല ഭാഗങ്ങളും രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി അങ്ങനെ മക്കയിൽ എത്തപ്പെട്ടു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പോക്ക് എവിടെയാണ് അദ്ദേഹം എത്തിയത്, എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നറിയാതെ ഭാര്യയും മകനുമൊക്കെ വളരെ ബേജാറായി. ഏതായാലും മകന് മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പോരുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ മകന് അന്തം വന്നപ്പോൾ ഉമ്മയോട് ചോദിച്ചു, എവിടെയാണ് വാപ്പ എവിടെയാണ്? വാപ്പ ഇങ്ങനെ സുഹദായതാണ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയതാണ് എന്ന് ഉമ്മ കഥകളൊക്കെ വിവരിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അന്തം വന്ന കാലത്ത് മകൻ പറഞ്ഞു, അമ്മ ഞാൻ ബാപ്പാനെ തെരഞ്ഞു പോകുകയാണ് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോശിപ്പായിരിപ്പില്ലാം എന്നയാൾ മൊളിന്ത് സുമ്പാ മോൻ കരഞ്ഞതി സങ്കിടപ്പെട്ടുയാ ഉമ്മ ബശുകാതെ സമ്മതത്തെ താരൂവിനെനക്ക് തന്നെ ഭാവ പോയത് പോലെ ഞാനും പോകുമേ ഇന്നാൾ. ഞാനേ വാപ്പനെ തെരഞ്ഞു പോവുകയാണ്. അമ്മ സമ്മതം തരുമെന്ന് പറഞ്ഞു. സമ്മതം തരൂല മോനെ പറഞ്ഞു. വാപ്പ പോയത് മുതൽ എന്നെ കണ്ടിട്ടപ്പം ഞാൻ കുത്തിരിക്കണത്. ഇനിയിപ്പോൾ ജൂലും പോയാലേ നല്ല മാരിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയുടെ കുട്ടി പോണ്ടട്ടോ, സമ്മതം തരൂലെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നിതമിപ്പോൾ മാതാഖ്യതം ഒതിയേറ്റം കേട്ടടങ്ങി നിന്നതിൽ പിന്നേറെ മുട്ടി ചണ്ണയും ഒരുങ്ങി. കുറേ സമ്മതം തരൂലെന്ന് പറഞ്ഞു ഉമ്മ. ലാസ്റ്റ് മനമില്ലാ മനസ്സോടെ സമ്മതം മൂളിയല്ല. അപ്പോൾ എന്താ ചെയ്യുക, ചെറുക്കം പോവുക എന്നാൽ പോട്ടെ. അങ്ങനെ കുറച്ച് ആൾക്കാരെയും കൂട്ടി ഇതാ വരാൻ പോകുന്ന മാസം ഹജ്ജിൻ്റെ കാലമാണ്, അവിടെ എന്തായാലും വാപ്പ ഉണ്ടാവും എന്നുള്ള നിലക്ക് പുറപ്പെട്ടു. കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് ബൽഹായിൽ നിന്ന് കുറച്ച് ആളുകളെയും കൂട്ടി അദ്ഹം എന്ന് പറയുന്ന കുട്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അക്കാപുറത്തിടൈബന്ധൻ ഒരു നാളിൽ കൊണ്ടൻ പാതി ബൈത്തിൽ ഹറമിൽ ചെണ്ട് അവിടമിലുള്ള ഫാക്കീറോരിൽ അടുത്ത് ബിണ്ടേ. അങ്ങനെ ഹറമിലെത്തി. മക്കത്തെത്തിയിട്ട് ഫക്കീറന്മാരായ പല ആളുകളെയും കണ്ടുമുട്ടി കുട്ടി. അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഇബ്രാഹിം ബിനു അദ്ഹം തങ്ങൾ കൊട്ടാരം വിട്ടിറങ്ങി പോകുന്ന സുൽത്താൻ ഇബ്രാഹിം ബിനു അദ്ഹം തങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ, നിങ്ങളാരും പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. പല ആളുകളോടും അന്വേഷിച്ചു. തക്കോറാദ് ഹമിൻ മികവായി ഇബ്രാഹിം തമ്മേ ഔബദിൽ നിന്നറിവോറാരം ഉടൻ സമാധാനം പറഞ്ഞന്ത് ഫക്കീറന്മാരം. അങ്ങനെ ഇബ്രാഹിം ബിനു അദ്ഹം തങ്ങൾ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ ആരെങ്കിലും അറിയുമോ എന്ന് മക്കയിലെ ഫക്കീറന്മാരോട് ചോദിച്ചു. അപ്പോൾ വലിയ മുഖത്തോട് മുഖം നോക്കുകയാണ്. ഫക്കീറന്മാരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്താ പറയണത്, ശക്കില്ല എങ്കൾ മോളിന്തവർ നമുക്കുള്ള ശൈഖമാവറിപ്പോൾ ഇവിടം ഇല്ല വിറകിന് സഹറാവാത് കൊള്ളെ ഉളർന്ന് ചൊല്ലാൻ. അപ്പോൾ കുട്ടിനോട് പറഞ്ഞു, ഇവര് നമ്മൾ ഫക്കീറന്മാർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇത് നമ്മളെ ഷെയ്ഖായ നമ്മളെ ഗുരുവായ ഇബ്രാഹിം തങ്ങളെ പറ്റിയിട്ടാണ് ഈ കുട്ടി ചോദിക്കണത്. അപ്പോൾ എന്തായാലും മൂപ്പരിപ്പോൾ ഇവിടെ ഇല്ല, മൂപ്പര് വിറകിന് പോയിക്കാണ് കാട്ടിൽ. ആ കാണുന്ന മലിക്ക് വിറകിന് പോയിക്കാണ്. വിറക് വിറ്റ് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് പകുതി അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് ചിലവഴിക്കും, ഞങ്ങൾക്കും കുറച്ച് സദക്ക തരും, ബാക്കിയുള്ളത് പിന്നെ അദ്ദേഹം സദക്ക ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ കാട്ടിലേക്ക് വിറകിന് പൊയ്ക്കുകയാണെന്ന് പറഞ്ഞു. ഈ വിവരം കേട്ടപ്പോൾ കുട്ടി വേഗം പിന്നെ അവരോടൊന്നും ഉണ്ടാതെ മേലെ ആ കാട്ടിലേക്ക് ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഇവർ കാണിച്ചു കൊടുത്ത ആ മലിക്ക് മെല്ലെ പോവുകയാണ് ഈ കുട്ടി. മിക്ക വിവരം കേട്ടവിടന്ന് പിരിഞ്ഞ പിൻ വേഗം മാബുവാരെ തിരഞ്ഞ് പോയേ കുറവഴി വിട്ട് കാടം തപ്പൽ കനിവതായേ
ആയോരു ശൈബ മുതുതന്നിൽ ഹത്തബേറ്റി അക്കം വീടും തേറ്റം ഞെരുക്കം പൂണ്ട് വരും അവർ ആമേ പീതാവെന്നുൾ ഉറപ്പ് കൊണ്ട്. അങ്ങനെ കുട്ടി ആ മലയിലേക്കുള്ള വഴിയിലൂടെ നല്ല നടന്നു കഴിഞ്ഞ് പകുതി വഴിയെത്തിയപ്പോൾ പറഞ്ഞ പോലെ വിറകെ കയറ്റിയിട്ട് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അത് വാപ്പയാണെന്ന് ഉറപ്പിച്ചു. കാരണം ഫക്കീറന്മാർ പറഞ്ഞു കൊടുത്തുകൊണ്ടല്ലോ പറയിന് വയ്ക്കാന്ന്, വാപ്പയെന്ന് ഉറപ്പിച്ചു. പക്ഷെ കുട്ടി ഒരു വളവ് ചെയ്തു. എന്താ ചെയ്തത്? ഇനിയിപ്പോൾ വാപ്പാനെ ഞാൻ നേരിട്ട് ഇപ്പോൾ ഇവിടുന്നാണ് കെട്ടിപ്പിടിച്ച് കണ്ടാൽ വാപ്പ ഇവിടുന്ന് മുങ്ങിയാലോ, മക്കത്തുനിന്ന് മുങ്ങിയാലോ. അപ്പോൾ അതുകൊണ്ട് വാപ്പ എവിടേക്കാണ് പോണിച്ചങ്ങോട്ടൊക്കെ പോയി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാം, വാപ്പാനെ കുറേ കാണാമല്ലോ. ചിലപ്പോൾ ഇപ്പം തന്നെ വാപ്പാനെ ഞാൻ മുന്നിട്ട് കഴിഞ്ഞാൽ വാപ്പ ഇവിടുന്ന് മുങ്ങിയാൽ പിന്നെ വാപ്പാനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്തു? താനമ്മീവഹാലെ നീനന്തേ മാറന്തിട്ട് തന്നെ തകപ്പനാർ അറിന്താൽ പക്ഷേ ഉടൻ ഹറജാകും സാബോർത്ത് മറഞ്ഞ് വെച്ചേ. അങ്ങനെ കുട്ടി മെല്ലെ ഇബ്രാഹിം നബി തങ്ങളെ കാണാതെ അവിടെ മറിഞ്ഞിരുന്ന കാട്ടിൽ അങ്ങനെ പോണോടത്തേക്ക് പിന്നാലെ ഇങ്ങനെ പോയി മോനാർ തകപ്പൻ മുഗന്ധയതിൽ പിറേ ഹൽഫിൽ മുന്തിടൈ സൂക്കിൽ അണയപ്പെട്ട് അങ്ങനെ വിറകുമായി നേരെ അങ്ങാടിക്കാണ് പോണത്. പൊളുതു വലി മുൽക്കോറിടക്കിൻ്റെ വിറക് വിറ്റേ. അങ്ങനെ വിറകൊക്കെ വിറ്റിട്ട് കാട്ടിൽ നിന്ന് വരികയാണ്. എടുക്ക വരുന്നത് തൻ്റെ ഒപ്പം കഴിയുന്ന ഫക്കീറന്മാർ ഇതൊക്കെ. അങ്ങനെ മനർബീലയാൽ ഭക്ഷണം വാങ്ങി ക്ഷണം സൈറായി ബൈത്തുൽ ഹറമീലെ ഫക്കീറന്മാർക്ക് അത് ത്വാമാകെ കോടു തോറ്റാറ് ഭുജിപ്പതുക്ക്. അങ്ങനെ അങ്ങാടിയിൽ നിന്ന് വിറകൊക്കെ വിറ്റ് തൻ്റെ ഒപ്പം കൂടെ കഴിയുന്ന ഈ കുട്ടിക്ക് വിവരം കൊടുത്ത ഫക്കീറന്മാർക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് പോരുകയാണ്. അങ്ങനെ വിവരമൊക്കെ വന്ന് പറഞ്ഞു, ബന്ദിങ്കാടൂത്ത് ഹജ്ജുടെ കാലമത് കൊണ്ട് വരും സ്ത്രീ അമൃത അവരെ തോട്ട് മിഷിമറവാക്കാൽ ഫാക്കീറോൽ വലിയാറൂറ്റ്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങി അവിടെ കഴിഞ്ഞു കൂടുകയാണ്. കുട്ടി വന്ന കഥയൊന്നും ഇപ്പോൾ ഇബ്രാഹിം നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയം ഇബ്രാഹിം നബി തങ്ങൾ തൻ്റെ ഫക്കീറന്മാരെ വിളിച്ചൊരു യോഗം ചേർന്ന് ഫക്കീറന്മാരോട് പറയണം, ഇവിടെ ഹജ്ജിൻ്റെ കാലമായി, ബൽഹായിൽ നിന്നും അവിടെ നിന്നൊക്കെ പല ആളുകളും സ്ത്രീകളും കുട്ടികളൊക്കെ എന്നെ അന്വേഷിച്ച് വരും. അപ്പോൾ എന്നെ അന്വേഷിച്ചാൽ ആരും പറഞ്ഞു കൊടുക്കരുതേ എന്ന് ഫക്കീറന്മാർക്ക് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കഅബൻ തവാഫ് ചെയ്യണ സമയത്താണ് ഈ കുട്ടിനെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഈ കുട്ടിനെ കണ്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബി തങ്ങളൊന്ന് നോക്കിപ്പോയി. ആ സമയം ഫക്കീറന്മാർ ചോദിച്ചു, അല്ല ഞങ്ങളോടല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിങ്ങനെ ആരെയും കണ്ടാൽ ബൽഹയിൽ നിന്ന് വരുന്ന ആൾക്കാരെ കണ്ടാൽ നോക്കരുത്, കുട്ടികളെയും മക്കളെയൊന്നും കണ്ടാൽ നോക്കരുത്, പിടിച്ചരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇപ്പം എന്താ ഈ കുട്ടിനെ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നിൽക്കുന്നത്? കഅബൻ തവാഫ് ചെയ്യണതിൻ്റെ ഇടയിൽ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിനെ ഇങ്ങനെ ശ്രദ്ധിച്ചു. കാരണം മൂപ്പര കുട്ടിയാണോ എന്നൊരു മുഖത്തിൽ ലക്ഷണം കണ്ടപ്പോഴേ. അപ്പോൾ ഫക്കീറന്മാർ ചോദിച്ചു ഇബ്രാഹിം നബി തങ്ങളോട്, ഏത് വിധം ചെയ്തിടുവാൻ എന്ത് സബബതുക്ക് ജവാബാ, എന്നെ ബൽഹിന്ദ് പുറപ്പെടുന്നാൾ എനിക്കുണ്ടൊരു മകവാ. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ വിലക്കിയിട്ട് നിങ്ങളെന്താ നോക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ബൽഹിൽ നിന്ന് പുറപ്പെടുമ്പോൾ വെച്ചൊരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയുടെ അതേ മുഖച്ചയം കണ്ട പോലെ തോന്നിയൊരു കുട്ടിനെ തവാഫിൻ്റെ അടിയിൽ അപ്പോൾ നോക്കിയതാണ് പറഞ്ഞു. സുതനാണെന്നുള്ളിൽ നിന്നെ വിലൽ നോക്കിയതാമെന്ന് പറഞ്ഞ് ചൊല്ലി തരിത്ത ഫക്കീറന്മാരി നോരുത്തർ പോകൈ തിരഞ്ഞ് പതിബൽഹ കഫിലക്കാരെ തമ്പത് ഭരതി നടന്തേ പണിന്ത് ദിബാം ജിനാലുള്ളരും അതിയില്ലപ്പോൾ നടുക്ക് കൂറു സൊടും തിരഞ്ഞേ അഴകിൽ ഒരു പയലിരുന്ന് ഖുർആനോദി കരഞ്ഞേ. ഇത് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫക്കീറന്മാർ മെല്ലെ ബൽഹായിൽ നിന്നും വന്ന ആളുകൾ തമ്പടിച്ച ടെൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു കുട്ടി തമ്പിലിങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പം എന്താന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു,
നിങ്ങൾ ഏതാണ് കുട്ടികൾ ആരാണ് എന്ന് കുട്ടി ഫക്കീറന്മാർ കുട്ടിനോട് ചോദിച്ചപ്പോൾ ഉനൈതാനാരെ മകനമൈനൽ ബിലാദ് കേട്ട് പകരം ഉനൈനാനി ബിന്നത് ഹമിൻ മോൻ പിറവി ബൽഹാ നഗരം ജനനം മുതൽ പിതാവ് വരെ നിലർത്തിട്ടില്ല എനതാ ചെറുപ്രായത്തിലെ ബലതും വിടുന്ന് പോയാറ് സുഹൃതായി. ഞാൻ ചെറിയതാവുമ്പോൾ എൻ്റെ വാപ്പ രാജ്യം വിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഹജ്ജിൻ്റെ കാലമാകുമ്പോൾ ഇവിടെ വരും, എൻ്റെ വാപ്പ വരും, ഇവിടുന്ന് വെച്ച് കാണാമെന്നുള്ള നിലക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അളകരൻ്റെ അബിയല്ലെന്നൊരപ്പയെന്ന് അറിയാ അത് പറഞ്ഞ് സുതനും തേങ്ങി പുതുങ്ങി മുറയായി. നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞെന്നില്ലേ ഇങ്ങനെ വറയിന് വിൽക്കുകയാണെന്ന് കാട്ടിലേക്ക്. അപ്പം ഞാൻ ആ വഴിയിൽ പോയപ്പോൾ കൂടെ പോയപ്പോൾ ഒരാൾ വിറക് കയറ്റി വരുന്നത് കണ്ടു. എനിക്ക് ഉറപ്പൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതായിരിക്കും ബാപ്പ എന്ന് മനസ്സിലാക്കി ബാപ്പാനെ പിന്നെ ശരിക്ക് കാണാമെന്നുള്ളതൊക്കെ ഞാൻ മറിഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരു നോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും മൊളികയപ്പോൾ ഫക്കീർ മോനെ കരഞ്ഞിടണ്ട ഇറങ്ങി മുതിർന്നോ വാലിതവരെ കാട്ടിടുമെന്ന് കേട്ടൊരുങ്ങി. എന്നാൽ കരയണ്ട മോൻ കരയേണ്ട ആവശ്യമില്ല, പോരെ എൻ്റെ കൂടെ പോന്നോ ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞതായി മഹാനായ ഇബ്രാഹിം തങ്ങൾ ഇരിക്കുന്ന ഫക്കീറന്മാരുടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ റുക്കുനുൽ യമാൻ എന്ന് പറയുന്ന അവിടെ മഹാനായ ഇബ്രാഹിം തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം ചെന്ന് ഈ ഫക്കീർ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇടമിന്നുമ്മ ഉന്നൈ പിതാവോർ ഇതാ മകനം എന്നറിഞ്ഞേ ഹിദായത്തുള്ളിൽ അടക്കി ബത്തെ മൊഹിബ് മോസ മറിഞ്ഞേ അടുത്ത് കൂട്ടി പിടിത്ത് കണ്ണും തലമുഖവും മണത്തെ അളവില്ലാക്കേണ്ട അതിശുദ്ധത്താൽ ഒരു അട്ടാസം പിടുത്തി തടി ഉയിരിൽ പെരിശമുറ്റ പിതാവെ കണ്ണിൽ മണിയെ തണിപ്പിത്തന്നെ എത്തിമാക്കി ടകന്തല്ല പൂങ്കനിയെ മടക്കം നമ്മൾ പതിക്ക് തന്നെ സഹിതമുങ്കൾ വരണം മനസ്സിലുള്ള മുഷിപ്പക സുഖപ്പെടുത്തി തരണം. അപ്പോൾ നമ്മൾ ബൽഹായിലേക്ക് തിരിച്ചു വരണം, അങ്ങനെ നാറ്റ്യമണത്ത് അങ്ങനെ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് ആ പിടുത്തം വിട്ടില്ല. ഇന്നലെ നമ്മൾ അവിടെയാണ് പറഞ്ഞത്. ആ ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി പല ഭാഗങ്ങളും പല എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം, അങ്ങനെ കേൾക്കാം.